എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചുവെന്നാണ് നടിയുടെ പരാതി. ജയസൂര്യ വീണ്ടും കുരുക്കിലാവുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല ജയസൂര്യയുടെ പേര് ഇതിൽ പരാമർശിക്കപ്പെടുന്നത്. വീണ്ടും ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു പരാതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ജെൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ജയസൂര്യ ഇനി തിരക്കിലാകുമെന്നാണ് തോന്നുന്നത്. കാരണം രണ്ടാമത്തെ പരാതിയാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത്. അബദ്ധം പറ്റുമോ സാർ? എങ്ങനെ അബദ്ധം? അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. 2013 തൊടുപുഴയിൽ വെച്ച ഒരു സിനിമാ സെറ്റിൽ ജയസൂര്യ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമാ സെറ്റിൽ വെച്ചുകൊണ്ട് തന്നെ കടന്നു പിടിച്ചു ജയസൂര്യ എന്നുള്ളതാണ് നടി ആരോപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം. നിനക്ക് ഇത് തന്നെയാണോ പണി? ഇനിയിപ്പോൾ അതിൽ കേസെടുക്കുക എന്നുള്ള നടപടികളാണ് ബാക്കിയുള്ളത്. ഒരുപക്ഷെ ഇതിനിടയ്ക്ക് ഈ നടി ഇന്ന് പേര് പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. താൻ ജാതകം നോക്കേണ്ട കാര്യം, തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽ വാസവും തനിക്ക് ഫലം. ഇനി ഇവന്മാര് വെളിച്ചം കാണില്ല. ഈ കാലവും കടന്നുപോകും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്തായാലും ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ പരാതിയാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ തുടർച്ചയായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടും സമാനമായിട്ടുള്ള ആരോപണങ്ങളാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വിലായത് ഒരു തീരുമാനം പറയാം. ഇന്നത്തോടുകൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാൻ വണ്ടിക്കൂലി. വേഗം സ്ഥലം വിടും. തൽക്കാലം ഇത്രയും മതി.